ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് മഞ്ചൂരിയൻ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾക്കാണെങ്കിലും ശരി, മുതിർന്നവർക്കാണെങ്കിലും ശരി, ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് അതിൽ ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്കായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാരറ്റ്, അതായത് ക്യാരറ്റ് ഇതുപോലെ ഒരു 1.5 കപ്പ് ക്യാരറ്റ്, അതുപോലെ തന്നെ ആ സെയിം ഒരു അളവിൽ തന്നെ ക്യാബേജും എടുത്തിട്ടുണ്ട്. ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബൗളിലേക്ക് ഇട്ടിട്ട് ഒരു അല്പം വലിയ ബൗൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് എല്ലാം മിക്സ് ചെയ്യാനൊക്കെ കുറച്ച് സൗകര്യമായിരിക്കും. ഇനി ക്യാരറ്റും ഇതുപോലെ തന്നെ സെയിം ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് ഞാനിവിടെ ഒരു 2 ചെറിയ സവാള ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം, ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചറും ഗാർലിക്കും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് ആ സെയിം ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റും കാബേജുമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൊട്ടറ്റോ ചേർക്കുമ്പം നമുക്കത് ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഒന്ന് മാഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3/4 കപ്പോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3/4 കപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഈ 3/4 കപ്പ് മൈദ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 1/4 കോൺഫ്ലോറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് മതിയാകും. 1/4 കപ്പ് കോൺഫ്ലോറും കൂടെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ഓരോരുത്തരുടെ പാകത്തിന് ഉപ്പും ഇതിലേക്ക് ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഇതെല്ലാം വെജിറ്റബിൾസാണ്. ഇപ്പോൾ ക്യാപ്സിക്കത്തിലാണെങ്കിലും ശരി, ഓണിയനിലാണെങ്കിലും ശരി, വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ നല്ലതുപോലെ കുഴച്ച് വരുമ്പോഴേക്കും അതിന് നമുക്കറിയാൻ പറ്റും. ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് കണ്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഇത് ബോൾസ് ആക്കി എടുക്കാനാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും. ഒട്ടും വെള്ളം ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ബോൾസാക്കി നമുക്ക് എടുക്കാം. ഈ ഒരു അളവ് മതിയാകും. ഒരുപാട് വലിപ്പത്തിൻ്റെ ആവശ്യമില്ല. ഈ ഒരു അളവിൽ മതി. അതുപോലെ തന്നെ എല്ലാം ബോൾസാക്കി നമുക്ക് വെക്കാം. ഇങ്ങനെ എല്ലാം നമുക്ക് ബോൾസാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പം അത്യാവശ്യം ഒരു 5 പേർക്കൊക്കെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഇതിൽ നിന്നുണ്ടാവും. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിത് ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു കടായി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സൺഫ്ലവർ അല്ല, ഏത് റിഫൈൻഡ് ഓയിലാണെങ്കിലും ശരി, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വറുക്കാൻ പാകത്തിന് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുങ്ങിക്കിടക്കാൻ പാകത്തിനൊന്നും എണ്ണ ഒഴിച്ചിട്ടില്ല. കാര്യം തിരിച്ച് മറിച്ചു വിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും എണ്ണ തന്നെ മതിയാവും. എനിക്ക് വീണ്ടും ആഡ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ ഇതുപോലെ ഓരോന്നിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും കോരിയെടുക്കാം. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പകമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുള്ളൂ. കാര്യം വളരെ ഫൈനായിട്ടാണ് നമ്മളിത് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കാവും. അപ്പോൾ ഇതേപോലെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുക്കണം. അപ്പോൾ ഇത് 2 വശവും നന്നായിട്ട് മുരിഞ്ഞതേ ഈ പാകമായിട്ടുണ്ട്. ഈ ഒരു കളർ എത്തുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ കോരിയിട്ട് ഒരു പ്ലേറ്റിൽ ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂവിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എണ്ണയൊക്കെ അതിലേക്ക് വലിച്ചെടുത്തോളും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള വെജ് ബോൾസും ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് ചെറുതായിട്ട് അരിഞ്ഞത് അതും ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഒരുപാടൊന്നും വഴന്ന് വരേണ്ട കാര്യമില്ല. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ക്യാപ്സിക്കം അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതും ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ചെറിയ ടീസ്പൂൺ പെപ്പർ പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതും പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ മതിയാകും.
ഇതെല്ലാം ഒന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുമൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതും ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ സോസ് ഒരു 3 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുമൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ കൂട്ടുകളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കണം. സോയാ സോസ് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടെ കൂട്ടാം. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ 2 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യാം. ഇനി ഇതുമൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഈ ഗ്രേവിയുടെ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഈ സമയത്ത് വെക്കേണ്ടത്. ഇതിപ്പോൾ ഒരു ഡ്രൈ ഗ്രേവിയാണ്. അപ്പോൾ നമുക്കൊരു ഇത്തിരി ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജ് ബോൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് പതുക്കെ ഈ ഗ്രേവിയുമായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് ഈ ഗ്രേവിയൊക്കെ ഒന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ഓർക്കണം. അപ്പോൾ നമ്മുടെ വെജ് മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് സ്പ്രിംഗ് അണിയൻ ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. അതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ചപ്പാത്തിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നൂഡിൽസിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.